ആ റൂം എനിക്കിഷ്ടായി. അതെന്റെ റൂം. ഇത് വേണമെങ്കിൽ നിന്റെ റൂം ആക്കിക്കോ. അല്ല നമുക്ക് ഒരുമിച്ച് നിന്നാ പോരെ? അയ്യടാ, അതൊന്നും വേണ്ട, സെപ്പറേറ്റ് ആയിട്ട് നിന്നാ മതി. അപ്പൊ ഈ അയൽവാസികളായിട്ട് ജീവിക്കണേനാണ് ഈ ലിവിംഗ് ടുഗദർ എന്ന് പറയുന്നത്? പതുക്കെ പറ, അയാൾ കേൾക്കും. എന്തോ നീ വന്നേ, അവിടെ വരെ പോയിട്ട് വരാം. ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, പക്ഷെ റെന്റ് ഇച്ചിരി കൂടുതലാ. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ? എന്താ അങ്ങനെ ചോദിക്കണേ? അല്ല, 2 മുറി എന്ന് പറയുന്നുണ്ടായിരുന്നു. ചേട്ടാ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ? അതെ അതെ അതെ. എന്നാലും അത് ശരിയല്ലല്ലോ. 2 മുറി 2 കട്ടില് ഹസ്ബൻഡും വൈഫും ആകുമ്പോൾ. അത് ചേട്ടാ, ഈ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ തട്ടലും മുട്ടലുകളായിട്ട് എങ്ങനെ? അല്ല, ഈ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുമ്പോഴേ പല പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഈ അങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാനും വരാന്തയില്ല. ഇപ്പോഴെങ്ങനെ ഇത് ഉറപ്പിക്കണോ? പക്ഷെ റെന്റിന്റെ കാര്യം ഇവിടെ. പക്ഷെ ഫ്ലാറ്റ് കൃത്യമായിട്ട് നന്നായിട്ട് സൂക്ഷിക്കണം. ഓണർ കുര്യച്ചന്റെ വൈഫിന്റെ മെമ്മറീസ് ഉള്ള ഫ്ലാറ്റാ. അവരിവിടെ കിടന്നാണ് മരിച്ചേ? അങ്ങനില്ല, അതും കാനഡയില്. പിന്നെ ഈ വെക്കേഷനിൽ അവരുടെ ഒന്ന് താമസിക്കുമായിരുന്നു. ഇങ്ങനെ താമസിക്കുന്ന സമയത്തുള്ള കുഞ്ഞു കുഞ്ഞ് മെമ്മറീസ്. അതുകൊണ്ട് മാത്രമാ ഫാമിലിക്ക് കൊടുക്കുന്നേ. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും അലമ്പ് കാണിച്ചാ അങ്ങേര് വന്ന് കൊന്നിട്ടങ്ങ് പോകും. അപ്പോൾ എങ്ങനെ, ഉറപ്പിക്കല്ലേ?